നിങ്ങളോട് ആര് പറഞ്ഞതാ ഇവർ കപ്പിൾസ് ആണെന്ന്? ചിന്നു ഇവയെ നോക്കി. അപ്പോൾ ഇവർ കപ്പിൾസ് അല്ലേ? പക്ഷേ നല്ല മാച്ചുണ്ട് കേട്ടോ രണ്ടുപേരും. പിന്നെ നിങ്ങൾ രണ്ടുപേരിലും എവിടെയോ പരസ്പരം സ്നേഹമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ നിങ്ങൾ പെർഫെക്റ്റ് കപ്പിൾസ് ആണെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ വിടർന്നത് ഞാൻ ശ്രദ്ധിച്ചതാ. നാണം കെടുത്തി കഴിഞ്ഞെങ്കിൽ പൊക്കോടി എന്ന നിലക്ക് ഐറ ഇവയെ നോക്കി നിൽക്കുന്നു. ഇവ ഷാനെയും ഐറനെയും ചേർത്ത് സംസാരിക്കുന്നത് ഷാക്ക് പെരുത്തിഷ്ടായി. അല്ലേലും ഞങ്ങളുടെ പ്രണയം നിനക്ക് വരെ മനസ്സിലായി. എന്നിട്ട് പോലും ഈ പൊട്ടിക്ക് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കേണ്ടവരാണെന്ന് മനസ്സിലായിട്ടില്ല. ഷാ അയറിൻ്റെ തലക്കൊരു കൊട്ട് കൊടുത്തതും കണ്ണിരുട്ടി അവൾ അവനെ നോക്കി. നോക്കാം ഷാ, പടച്ചോൻ്റെ കിതാബിൽ എൻ്റെ പേരിനൊപ്പം കുത്തിവെച്ച പേരാണ് നിൻ്റേത്. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഞാനൊരു മഹർ ഈ കഴുത്തിൽ ചാർത്തും. എൻ്റെ പ്രണയം കണ്ടില്ലെന്ന് നടിക്കുന്നതിന് പകരം ഒന്ന് മനസ്സറിഞ്ഞ് നിനക്കെന്നെ പ്രണയിച്ചൂടെ? ഈ ആദമിൻ്റെ ഐശ്വര്യായി നിനക്ക് മരണം വരെ ഈ നെഞ്ചിലേക്ക് ചേർന്നിരുന്നൂടെ? എൻ്റെ ഹൃദയത്തുടിപ്പായി മരണം വരെ നിനക്ക് എന്നിൽ നിന്നൂടെ പെണ്ണേ? ഐറയുടെ മുഖം തൻ്റെ കയ്യിൽ ഒതുക്കി പിടിച്ചവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. ദിലുവും ചിന്നുവും ഇവയും ഷാസിൻ്റെ ഡയലോഗ് കേട്ട് കിളി പറയി നിൽക്കുകയാണ്. നിഷുവും അലിയും ഷാനെ പോലെ ഐറയുടെ മറുപടി കേൾക്കാൻ കാതോർത്തു നിൽക്കുകയാണ്. ഐറ ഷാൻ്റെ കണ്ണിലേക്ക് നോക്കാൻ കഴിയാതെ തല താഴ്ത്തി. എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ ഐറക്കറിയില്ല. ഷാൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നാൽ ഐറ അവൻ്റെ കണ്ണിലെ പ്രണയത്തിൻ്റെ തീവ്രതയിൽ അലിഞ്ഞില്ലാതാവുമെന്ന് അവൾ പേടിച്ചു. അറിയാതെ അവനെ താൻ പ്രണയിച്ചു പോകുമെന്നവൾ ഭയന്നു. അവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ അവൾ ഭയക്കുന്നത് പോലെ തന്നെ അവൻ്റെ പുഞ്ചിരിയും അവളെ വല്ലാതെ തളർത്തുന്നതായിരുന്നു. ഐറയെ ആകർഷിക്കുന്ന അവൻ്റെ കാന്ത കണ്ണുകളും മനോഹരമായ ആർക്കായാലും നോക്കി നിൽക്കാൻ തോന്നിപ്പോകുന്ന അവൻ്റെ മനോഹരമായ പുഞ്ചിരിയും അവൾ അറിയാതെ അവളെ ഷാലേക്ക് അടുപ്പിക്കുന്നവയാണ്. ഐറ തല കുടഞ്ഞു ഷാനെ നോക്കി. കളിക്കല്ലാതമേ, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് പ്രണയിക്കാൻ താല്പര്യമില്ല. ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഇല്ലാന്നാണേ മതി. ഇപ്പോൾ തന്നെ നമുക്ക് പിരിയാം. ഐറ കപട ദേഷ്യത്തോടെ പറഞ്ഞത് കേൾക്കെ ചിന്നുവിലും ദിലുവിലും നിരാശ നിറച്ചു. അലിക്കും നിഷുവിനും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഷാൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പ്രണയത്തെക്കുറിച്ച് നിന്നോട് പറയുന്നില്ല. അത് വെച്ച് എൻ്റെ പ്രണയം അവസാനിച്ചു എന്ന് കരുതണ്ട. മരണം വരെ നിന്റെ ആദം നിന്നെ മാത്രമേ പ്രണയിക്കുള്ളൂ. ഷാൻ്റെ വാക്ക് ഐറയിൽ വല്ലാത്തൊരു വേദന നിറച്ചു. അവളൊന്നും മിണ്ടാതെ അവിടുന്ന് പോയതും എല്ലാവരും ഷാനെ നോക്കി. ഹേയ് മച്ചു. അതേസമയം പാച്ചുവും ടീമും തങ്ങൾക്കടുത്തേക്ക് വന്നതുകൊണ്ട് ആരും ഐറ പോയതിനെക്കുറിച്ച് സംസാരിച്ചില്ല. എല്ലാവരുടെയും ശ്രദ്ധ പാച്ചുവിലേക്കും ടീമിലേക്കുമായി ഒതുങ്ങി. ആരിത്? പാച്ചുക്കയും കെവിയുമോ? എൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ തീരും ഫുഡ് കഴിച്ചില്ലെന്ന് കേട്ടല്ലോ. അതെനിക്ക് നല്ല സങ്കടമായിട്ടോ. ആണോ കുഞ്ഞെ? എന്നാൽ ഇപ്പം ഞങ്ങൾക്ക് അടിപൊളി ഫുഡ് വാങ്ങി തന്നു നിന്റെ സങ്കടം മാറ്റും. വാ, നമുക്ക് KFCയിൽ കയറാം. ചിന്നു തങ്ങളെ ആക്കിയതാണെന്ന് അറിയാമെങ്കിലും പാച്ചുവും കവിയും ചിന്നുവിനെയും വലിച്ച് അടുത്തുള്ള KFCയിലേക്ക് കയറി. പിറകെ തന്നെ ടീംസും പോയതും എല്ലാവരോടും ബൈ പറഞ്ഞു പോവാൻ നിന്ന ഇവയെ ഇതിൽ പിടിച്ച പിടിയാൽ കൂട്ടിക്കൊണ്ടുപോയി. ചിന്നു തനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ചിന്തിച്ച് എല്ലാത്തിനും KFC വാങ്ങിക്കൊടുത്തു. നിഷുവും ദിലുവും അലിയും ഒക്കെ ഇതിൻ്റെ ഇടക്ക് കയറി ഓസിക്ക് കഴിക്കുന്നത് കണ്ട ചിന്നു പല്ല് കടിച്ചുകൊണ്ട് അവരെ നോക്കി കുബൂസ് ചവച്ചരച്ചു കൊണ്ടിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഷായും ഐറയും ഇല്ലെന്ന കാര്യം ഇവ മാത്രം ശ്രദ്ധിച്ചു. ഷാൻ്റെ അടുത്തു നിന്ന് പോരുമ്പോൾ എന്തിനെന്നറിയാതെ ഐറയുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു അവളുടെ കവിളിനെ ചുംബിച്ചു കൊണ്ടിരുന്നു. വാഷ്റൂമിൽ കയറി മുഖം കഴുകി ശ്വാസം ആഞ്ഞു വലിച്ചവൾ മനസ്സൊന്ന് ശാന്തമാക്കിയെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവളെ തേടി ഒരു ഫോൺ കോൾ വന്നു. ഒരു ചിരിയോടെ ആ കോൾ അറ്റൻഡ് ചെയ്തവൾ ചെവിയോടടുപ്പിച്ചു. ഹലോ, എന്താണ് ഇന്ന് രാവിലെ ഇവിടെ നടന്നത്? നീ ഷാൻ്റെ റൂമിൽ കയറിയത് അവൻ അറിഞ്ഞൂലേ? അവൻ കാര്യമായിട്ട് നിന്നെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി അവൻ നിന്നോട് മിണ്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ ഇഷ്ടമില്ലാത്തത് ചെയ്തവരോട് അവൻ കൂട്ടുകൂടില്ല, പ്രത്യേകിച്ച് അവൻ്റെ റൂമിൽ കയറിയാൽ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നിനക്ക് നീ ഉദ്ദേശിച്ച് വന്ന ബോക്സ് വേണ്ടേ? എൻ്റെ പൊന്നോ, ആരോട് വായിക്കട്ടെ മിണ്ടാതിരുന്നാലും ആദ്യം എന്നോട് തെറ്റി നിൽക്കില്ല. അവൻ എന്നോട് സോറിയൊക്കെ പറഞ്ഞു. സോ ഞാൻ നൈസായിട്ട് ഒന്നുകൂടി അവൻ്റെ റൂമിൽ കയറി ഞാൻ തരുന്ന ആ ബോക്സ് കണ്ടെത്തിയിരിക്കും. അതല്ല എനിക്ക് മനസ്സിലാവാത്തത്. ഇന്നലെ കണ്ട എന്നോടെന്താ അവനിത്ര സ്നേഹം? നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നുമല്ല അവൻ എന്നോട് പെരുമാറിയത്. അവൻ്റെ റൂമിൽ കയറി തന്നെ എന്നോട് കുറച്ച് ദേഷ്യപ്പെട്ടു എന്നല്ലാതെ അതിനവൻ തന്നെ വന്ന് എന്നോട് സോറി പറഞ്ഞു. അവൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അവൻ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ അവൻ്റെ പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അവൾ ലാസ്റ്റിലേക്കൊരു സങ്കടത്തോടെ പറഞ്ഞത് കേട്ട് ഓപ്പോസിറ്റുള്ള ആളൊന്ന് ചിരിച്ചു. ഞങ്ങളുടെ ഷാനെ നീ മാറ്റിയെടുത്തോടി. അവൻ്റെ റൂമിൽ കയറിയവരെ അവൻ കൊല്ലാതെ കൊല്ലും. അവൻ എത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവൻ്റെ റൂമിൽ ഒരാൾ കയറുക എന്നത്. എന്നിട്ട് അവൻ ലാസ്റ്റ് നിൻ്റെ അടുത്ത് വന്ന് സോറി പറഞ്ഞെന്നോ? ഭയാനകം. എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. ബൈ ഞങ്ങളുടെ ഷാൻ്റെ പെണ്ണായി കാലാകാലം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളോടൊപ്പം ജീവിക്കാൻ നോക്ക് പെണ്ണെ. ആലോചിക്കട്ടെ കേട്ടോ. നീ കൂടുതൽ ബിൽഡപ്പ് ഇടേണ്ട. എന്തൊക്കെ വന്നാലും ഷാൻ്റെ പെണ്ണായി നീ ഞങ്ങളുടെ വീട്ടിൽ വൈകാതെ താമസം ആരംഭിക്കും.
ഓപ്പോസിറ്റുള്ള ആൾ പറഞ്ഞത് കേൾക്കെ ഐറയുടെ ചുണ്ടുകൾ വല്ലാതെ പുഞ്ചിരി തൂകി. ഞാനും അതിനായി കാത്തിരിക്കുകയാണ് ആദം. എനിക്ക് നിന്റേത് മാത്രമായി ജീവിക്കണം. ഈ ലോകത്ത് എൻ്റേതെന്ന് പറയാൻ എൻ്റെ മരണം വരെ നീ കൂടെ വേണം ചെക്ക. ഐറ മനസ്സിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ആദം തൻ്റേത് മാത്രമാണെന്ന് മന്ത്രിച്ചുകൊണ്ട് അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. കോള് കട്ട് ചെയ്ത് വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും മുമ്പിൽ നിൽക്കുന്ന ഷാനെ കാണെ അവളൊന്ന് ഞെട്ടി. എനിക്ക് ഉറപ്പായിരുന്നു നീ എവിടെയാണ് ഉണ്ടാവുക എന്ന്. എൻ്റെ ഒപ്പം വാ. എന്തോ തന്നിൽ പ്രത്യേക അധികാരമുള്ള പോലെ തൻ്റെ കയ്യും പിടിച്ചവൻ നടന്നതും ഐറ അവനെ തന്നെ നോക്കി അവൻ്റെ ഒപ്പം നടന്നു. അധികം ആളുകളൊന്നുമില്ലാത്ത ഒരു മൂലയിലേക്ക് മാറി നിന്ന് ഷാസ് ഐറനെ നോക്കി. എന്താ നിന്റെ പ്രശ്നം? ഞാൻ നിന്നെ പ്രണയിക്കുന്നെന്ന് പറഞ്ഞതിനാണോ നിനക്ക് ദേഷ്യം? എനിക്കൊരു ദേഷ്യമില്ല. നീ ചെല്ല്, ഞാനിപ്പോൾ വരാം. നീ എങ്ങോട്ടാ? അഞ്ജലി ചേച്ചിയെ കണ്ടിട്ട് വരാം. ഐറ പുഞ്ചിരിച്ചോണ്ട് പോയതും ഷാ ഒന്ന് നിശ്വസിച്ച് അവൾക്ക് പിറകെ ചെന്നു. ഹേയ് അഞ്ജലി ചേച്ചി. ആഹാ, ആരിത്? ഐറയോ? കഴിഞ്ഞ ദിവസം ഇവിടുന്ന് മുങ്ങിയതാണല്ലോ നീ. എന്തേ, ജോബ് നിർത്തിയോ? ഇല്ല, നാളെ മുതൽ ഞാൻ വരും. ബോസിന് നിന്നോട് ഒരു അയവ് വന്നിട്ടുണ്ടല്ലോ. ഇനി മുതൽ നിന്റെ സെക്ഷനിൽ വേറെയും സ്റ്റാഫ്സ് ഉണ്ടാവും. അഞ്ജലി ചേച്ചി പറഞ്ഞത് കേൾക്കെ ഐറ ഒന്ന് പുഞ്ചിരിച്ചു. അവൾക്കറിയാം ഷാൻ്റെ ഫ്രണ്ടാണ് താനെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പരിഗണന അദ്ദേഹം തരുന്നത് എന്ന്. മൂപ്പര മോളെ ഷാ കെട്ടുന്നത് തനിക്കൊന്ന് കാണണം. അവൻ എൻ്റേതാ. സോ എൻ്റെ പ്രോപ്പർട്ടി കൊതിക്കുന്നത് പോലും തെറ്റാണ്. അവൾ ആരായാലും വേണ്ടില്ല, തൻ്റെ ആദമിനെ സ്നേഹിക്കാൻ അവൾക്ക് അധികാരമില്ല. ഐറ മനസ്സിലതും പറഞ്ഞ് അഞ്ജലിയോട് ബൈ പറഞ്ഞു തിരിഞ്ഞതും തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ഷാനെ കാണെ അവളൊന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു. ഇയാൾ ഇതുവരെ പോയില്ലേ? ഇല്ല, നീ വാ. ഷാ അവളുടെ കയ്യും പിടിച്ച് എല്ലാവരും ഉള്ളിടത്തേക്ക് ചെന്ന് അവർക്കൊപ്പം ഫുഡും കഴിച്ച് ബീച്ചിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. ഇവാ. എമിൻ തൻ്റെ പേര് വിളിച്ചു അങ്ങോട്ട് വന്നത് കാണെ എല്ലാവരും അവനെ നോക്കി. ഹായ് എമിക്ക, നീ എന്താ ഇവിടെ? ചുമ്മാ ഇറങ്ങിയതാ. എന്നാൽ ഞാൻ പോട്ടെ ഗൈസ്. ഈ സെയിൻ സാർ വിളിച്ചിട്ട് വന്ന് എനിക്ക് ഒരു കൂട്ടം ഫ്രണ്ട്സിനെ കിട്ടി. ഇവ കണ്ണുവിടർത്തി എല്ലാവരെയും നോക്കി. ഇപ്പോഴേ പോണോ? നമുക്ക് ബീച്ചിലൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് പോയാൽ പോരെ? ചിന്നു ഇവയെ നോക്കി. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചിന്നുവും ദിലുവും പാച്ചുവും കവിയും ഒക്കെ തന്നോട് വല്ലാതെ കൂട്ടായി. ഇന്ന് കണ്ടുമുട്ടിയവരാണ് തങ്ങളെന്ന് ആർക്കും തോന്നില്ല. അത്ര ക്ലോസ് ആയി താൻ അവരോട്. ഇവ എമിയെ നോക്കി. അവർക്കൊപ്പം ബീച്ചിലേക്ക് താനും പോട്ടെ എന്ന കണക്കെ. നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഇത് നിന്റെ ആരാ? അലി ഇവയെയും എമിയെയും മാറി മാറി നോക്കി. നിഷുവിൻ്റെ നോട്ടം ഇവയിൽ തറഞ്ഞു നിന്നു. എന്താണ് ഇവ പറയാൻ പോകുന്നത്? ഈ നിൽക്കുന്നത് ഇവയുടെ ആരായിരിക്കും? ഒരുപക്ഷെ കാമുകനായിരിക്കുമോ? നിഷുവിൻ്റെ ഹൃദയം വല്ലാതെ മിടിച്ചു. നിഷു തന്നെ നോക്കി നിൽക്കുന്നത് ഇവയും ശ്രദ്ധിക്കുന്നുണ്ട്. ലവ്വറാണ്. എളിച്ചോണ്ട് ഇവ പറഞ്ഞത് കേൾക്കെ നിഷുവിൻ്റെ ഹൃദയം തകർന്നു. അവൻ്റെ ഹൃത്ത് വല്ലാതെ വേദനിച്ചു. കണ്ണുകൾ നിറയുന്ന പോലെ. നിഷു പെട്ടെന്ന് തന്നെ ദീർഘമായൊന്ന് നിശ്വസിച്ചു നിറഞ്ഞ മീകൾ തുടച്ചു കളഞ്ഞു. എന്താണ് തനിക്ക് പറ്റിയത്? എപ്പോഴാണ് താൻ ഇവയെ പ്രണയിക്കാൻ തുടങ്ങിയത്? ഇവ മറ്റൊരുത്തനെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞിട്ട് എന്തിനാണ് എൻ്റെ ഹൃദയം അലറി വിളിച്ചു കരയുന്നത്? നിഷുവിനൊന്നും മനസ്സിലാവുന്നില്ല. ആസയെക്കുറിച്ചറിയാൻ വേണ്ടി മാത്രമായിരുന്നു ഇവയുമായി നിഷു അടുത്തിരുന്നത്. അത് പതിയെ പ്രണയത്തിലേക്ക് വഴിമാറ്റിയതായി നിഷു അഭിനയിച്ചു. അങ്ങനെയെങ്കിലും ആസയെക്കുറിച്ച് അവൾ പറഞ്ഞു തരുമായിരിക്കും എന്നവൻ കരുതിയിരുന്നു. എന്നാൽ ഇവ ആദ്യമേ നിഷുവിൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞ പോലെ തന്നെ പ്രണയിക്കാൻ താല്പര്യമില്ല എന്നും നിഷുവിൻ്റെ മനസ്സിലിരിപ്പ് ആസയെ കണ്ടെത്തുക എന്നതാണെന്നും അറിയാമെന്നും അതുകൊണ്ട് തൻ്റെ അടുത്ത് വിളച്ചിലെടുക്കേണ്ട ആസയെക്കുറിച്ച് ഒന്നും തന്നെ എന്നിൽ നിന്ന് അറിയാൻ സാധിക്കില്ല എന്നൊക്കെ നിഷുവിനോട് ഇവ പറഞ്ഞതാണ്. ആ അഭിനയത്തിനിടയ്ക്ക് എപ്പോഴോ തൻ്റെ ഹൃദയം ഇവ കവർന്നു എന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പോൾ എന്തിനാണ് തൻ്റെ ഹൃദയം അത്രമേൽ വേദനിക്കുന്നത്? ഇവ എമിയോട് ചേർന്ന് നിൽക്കുന്നത് കാണെ നിഷു പെട്ടെന്ന് അവരിൽ നിന്ന് നോട്ടം മാറ്റി.